സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ സുവർണകുമാർ, ഈ SNDPയെ വരച്ച വരയിൽ നിർത്തുന്നതിനുള്ള നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ BJP ദേശീയ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ്. ഇവിടെ ഈ സർക്കാർ ഒരു പ്രത്യേക ഘട്ടം വരെ മോദിക്കെതിരെ ഒന്നും പറയുന്നില്ലായിരുന്നു. അത് ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഈ പ്രളയാനന്തരം വല്ലാതെ അങ്ങ് കടന്നാക്രമിച്ചു. CPMന് പ്രധാനമായും വരുന്ന ഒരു വരുമാന മാർഗമാണ് ഗൾഫ് മേഖലകളിലുള്ള MLAമാരുടെയും മന്ത്രിമാരുടെ യാത്ര. അതടക്കം പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ആകെക്കൂടെ പൂട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇപ്പോൾ ശക്തമായി കേന്ദ്ര സർക്കാരിനെതിരെയും മോദിക്കെതിരെയും ഒക്കെ ഇവിടെയുള്ളവർ, പ്രത്യേകിച്ച് മന്ത്രിമാർ, പറയാൻ തുടങ്ങിയത്. ഇവിടെ BJP അങ്ങനെ ദേശീയ അധികാരത്തിലിരിക്കുമ്പോഴും ഈ ശബരിമല വിഷയത്തിൽ കർക്കശമായ ചില നിലപാടുകൾ ഈ സർക്കാർ എടുത്തു. 60,000-ഓളം ആളുകളെയാണ് പ്രതിയാക്കിയത്. സംഘപരിവാറുകാരെ 10,000-ഓളം പേരെയാണ് പിടിച്ചകത്തിട്ടത്. ശബരിമലയിൽ മാത്രം അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ഏതാണ്ട് 2,000 ചില്ലുവാനും കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 1,000-ഓളം പേരെ പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇല്ലാതാക്കുകയാണ് പോലീസിനെ ഉപയോഗിച്ച് ഈ സർക്കാർ, BJP. അത് അവരുടെ തന്നെ ആക്ഷേപവുമാണ്. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതൊരു തരം ഭരണകൂട ഭീകരതയാണ്. അതിപ്പോൾ CPM ചെയ്യുന്നതുകൊണ്ട് ന്യായീകരിക്കാൻ കഴിയുന്നതല്ലല്ലോ. അങ്ങനെ ചെയ്തിട്ട് അതേ CPM തന്നെ പറയും കേസുകളിൽ പെട്ടതുകൊണ്ട്, ആളില്ലാത്തതുകൊണ്ടാണ് ഇവർ വലിയ സെക്രട്ടേറിയറ്റ് വളയൽ ഉടക്കമുള്ള കാര്യങ്ങൾക്ക് ആളെ കിട്ടാതെ വിഷമിക്കുന്നത് എന്ന്. അങ്ങനെ BJP ദേശീയ അധികാരത്തിലിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു പാർട്ടി മൈക്രോ ഫിനാൻസിലായാലും മറ്റ് കാര്യങ്ങളിലൊക്കെ ആയാലും അന്വേഷണം നേരിടുന്ന വെള്ളാപ്പള്ളി നടേശനെ വിരട്ടി സ്വാധീനിക്കില്ല എന്നങ്ങനെ കരുതാൻ കഴിയും. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കുടുംബയോഗം തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയായിരുന്നു, പലതരം വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നപ്പോൾ എതിർപ്പ് വന്നു, അപ്പോൾ ഞങ്ങൾ നടപടിയെടുത്തു. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അങ്കലാപ്പിലായി അവർ. എന്താണ് ഈ നടപടി? പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. ഇതൊരു ഭരണ നേട്ടമായാണ് ഈ സർക്കാർ കാണുന്നത്. അപ്പോൾ ഭരണീയരായിരിക്കുന്ന നിങ്ങൾക്ക് ഈ രൂപത്തിലുള്ള ദുരനുഭവം ഉണ്ടാകുന്നു എന്നതുകൊണ്ടാണോ ഇങ്ങനെ ഇപ്പോൾ സ്തുതിപാഠക വേഷത്തിൽ ഇറങ്ങിയിരിക്കുന്നത്? ഒരിക്കലുമല്ല. അത് തെറ്റായ ധാരണയാണ്. SNDP യോഗത്തെ സംബന്ധിച്ചിടത്തോളം SNDP യോഗം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാലോ ചൂലോ ആകാൻ തയ്യാറല്ല. അത് വെള്ളാപ്പള്ളി വളരെ നേരത്തെ തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇവിടെ കാലാകാലങ്ങളിൽ അധികാരത്തിൽ വരുന്ന ഇത് SNDP യോഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹ്യ പ്രസ്ഥാനമാണ്. ആ സാമൂഹ്യ പ്രസ്ഥാനത്തിന് ഭരണകക്ഷികളുമായി ഭരണത്തിലിരിക്കുന്ന സർക്കാരുമായി യോജിച്ച് പോകുന്ന ഒരു കാലാകാലങ്ങളിൽ പക്ഷേ നമ്മുടെ വിദ്യാസാഗർ യോഗം പ്രസിഡൻ്റായിരുന്നപ്പോൾ ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കാലാകാലങ്ങളിൽ ഭരണത്തിലിരിക്കുന്ന സർക്കാരുകളുമായി യോജിച്ച് പോകുന്ന ഒരു സ്ഥിതിവിശേഷം SNDP യോഗത്തെ സംബന്ധിച്ച് പണ്ടും ഉണ്ടായിട്ടുണ്ട്. SNDP ഒരു സമരസംഘടനയാണ്. സമരസംഘടന ആയിരിക്കുമ്പോൾ തന്നെ ഈ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചില്ലേ, SNDP യോഗത്തെ സംബന്ധിച്ചിടത്തോളം SNDP യോഗത്തെ വിരട്ടി ഇവിടുത്തെ ഗവൺമെൻറ് വിരട്ടി നിർത്തിയിരിക്കും. എന്താ മൈക്രോ ഫൈനാൻസ്, എന്ത് ഒരു കുറ്റവും വെള്ളാപ്പള്ളി ചെയ്തിട്ടില്ല. മൈക്രോ ഫൈനാൻസിൽ ഒരു കേസും അദ്ദേഹത്തിനെതിരായി വന്നിട്ടില്ല. അദ്ദേഹത്തിനെതിരെ ഒരു കേസ് കൊടുത്ത ആൾ പോലും തെളിവുകൾ നിർത്താൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ആ കേസെടുത്ത് ദൂരത്തെറിഞ്ഞു. അതാണ് സ്ഥിതി. ഈ ചെയ്യാത്തവർ മാത്രമല്ല, കുറ്റവാളികൾ മാത്രമല്ല നിയമ നടപടിക്ക് വിധേയമാകുന്നത്. കുറ്റം ചെയ്യാത്തവരും സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ കണ്ണിൽ കരടാണെങ്കിൽ നിയമ നടപടിക്ക് വിധേയമാകും, പല രൂപത്തിൽ, പല വിധാനങ്ങളിൽ. അല്ല, അങ്ങനെ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരു നേതാവിനെതിരായിട്ട് SNDP യോഗത്തിൻ്റെ ഒരു നേതാവിനെതിരായി കുറ്റം ചെയ്തില്ല എന്നുള്ള എങ്കിൽ പോലും നടപടിയെടുക്കാൻ ധൈര്യമുള്ള ആരുണ്ട് ഈ രാജ്യത്ത്? അങ്ങനെ ധൈര്യമുള്ള ഒരു സർക്കാരുമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ രാജ്യത്തില്ല. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഇവിടെ നേരത്തെ എൻ്റെ സുഹൃത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ, ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു, ഇവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ കാര്യം പറഞ്ഞു. ആദ്യ ദേവസ്വം ബോർഡ് 1951 ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നതിനുള്ള കാരണം ഇവിടെ ഹിന്ദുമണ്ഡലം ഉണ്ടായിരുന്നു. ആർ ശങ്കർ, SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആർ ശങ്കറും അതേപോലെ തന്നെ NSSൻ്റെ പ്രസിഡൻ്റായിരുന്ന മന്നത്ത് പത്മനാഭനും ഒരുമിച്ച് ചേർന്ന് ഹിന്ദുമണ്ഡലം ഉണ്ടാക്കി. ആ ഹിന്ദുമണ്ഡലം ഉണ്ടാക്കി അവർ തേരോട്ടം നടത്തി കേരളത്തിലുടനീളം. തേരോട്ടം നടത്തിയതിന് ശേഷം അവർ വെച്ച നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ തിരുവിതാംകൂറിൽ ആദ്യമായി ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നത്. 1951 ദേവസ്വം ബോർഡ് ഉണ്ടാകുമ്പോൾ അന്ന് രാജാവിൻ്റെ പ്രതിയായി വന്ന ശങ്കരനാരായണ അയ്യരാണ് ആദ്യത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ്. ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ദേവസ്വം ബോർഡിൻ്റെ മെമ്പർമാരായിരുന്നു. ഫസ്റ്റ് ദേവസ്വം ബോർഡിൻ്റെ ചരിത്രമാണ് ഞാൻ പറയുന്നത്. ആ ദേവസ്വം ബോർഡ് പിന്നെ ഇങ്ങോട്ട് വന്ന് കാലാകാലങ്ങളായി വന്ന് ഈ കഴിഞ്ഞ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, അതുപോലെ തന്നെ കൊച്ചി ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, ഈ 3 ദേവസ്വം ബോർഡുകളുടെയും നിയമനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അതിൽ
അമ്പലങ്ങളിലാണെങ്കിൽ അടിച്ചുതളി മുതൽ തന്ത്രി വരെയും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിൽ പ്യൂൺ മുതൽ പ്രിൻസിപ്പൽ വരെയുമുള്ള മുഴുവൻ നിയമനങ്ങളും പരിശോധിച്ചാൽ 41,000 ഉദ്യോഗങ്ങളാണ് നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ 41,000 നിയമനങ്ങളിൽ 37,000 പേരും നായർ സമുദായത്തിൽപ്പെട്ടവരാണെന്ന് കാണാൻ കഴിയും. ഇത് അനീതിയല്ലേ? ഇതിനെതിരായിട്ടാണ് വാസ്തവത്തിൽ ഈ നവോത്ഥാനം ഉണ്ടാകണമെന്ന് പറഞ്ഞ് ആരോടാണ് പറയുന്നത്? ഇതിനൊരു വലിയ മാറ്റം ആരോടാണ് പറയുന്നത്? ഇത് ഈ സർക്കാർ ഇപ്പോൾ അതുകൂടി ഞാൻ സൂചിപ്പിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു നിയമനം നടന്നു. കൊച്ചി ദേവസ്വം ബോർഡിൽ ശാന്തിക്കാരുടെ നിയമനത്തിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ അത് 117 പേരുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ അതിനകത്ത് 92 പേര് പിന്നോക്കക്കാരായിരുന്നു. അതിൽ 60 പേര് ഈഴവരായിരുന്നു. അന്ന് മുതലാണ് ഇവിടെ നാമജപവും കാര്യങ്ങളൊക്കെ ആരംഭിച്ചത്. ഈ ദേവസ്വം ബോർഡുകൾ കൈവിട്ടു പോകുമെന്ന് അവർക്ക് ബോധ്യമായപ്പോഴാണ് നാമജപം ആരംഭിക്കാൻ തുടങ്ങിയത്. അതാണ് അതിൻ്റെ തുടക്കം. അതാണ് വസ്തുത. യഥാർത്ഥത്തിൽ നിയമനം നടക്കുകയാണെങ്കിൽ സർക്കാർ ഈ നാമജപത്തിൽ സാമൂഹ്യ നീതി മറന്നു എന്നാണോ? സർക്കാർ വാസ്തവത്തിൽ ഈ സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ കൊച്ചി ദേവസ്വം ബോർഡ് ഈ നിയമനം നടത്താനുള്ള ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. അവരതൊരു നല്ല കാര്യം ചെയ്തു എന്നാണ് പറയുന്നത്. അത് എല്ലാ ദേവസ്വം ബോർഡുകളിലും നടപ്പിലാക്കേണ്ടതാണ്. പക്ഷേ നേരത്തെ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട്, കൊല്ലത്ത് ശക്തികുളങ്ങര ക്ഷേത്രമുണ്ട്. ആ ശക്തികുളങ്ങര ക്ഷേത്രത്തിൽ ഈഴവ സ്ത്രീകൾക്ക് വിളക്കുമെടുത്ത് അമ്പലത്തിൽ പ്രവേശിക്കാൻ അധികാരമില്ല. ഇന്നും ഇത് അയിത്തം നിലനിൽക്കുന്നു എന്നുള്ള വസ്തുത നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. പല ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ മാവേലിക്കര ഒരു ക്ഷേത്രത്തിനുള്ളിൽ ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച സർവമത പ്രാർത്ഥനയായി ദൈവദേശം ചൊല്ലിയതിൻ്റെ പേരിൽ ഒരു പാവപ്പെട്ട ഈഴവ സ്ത്രീയെ അടിച്ച് പുറത്താക്കിയ RSSകാർ ആ അമ്പലത്തിൽ നിന്ന് അടിച്ച് വെളിയിലാക്കി. ഇതൊക്കെ ചരിത്ര സംഭവങ്ങളല്ലേ? ഇവിടെ സമരം നടന്നപ്പോൾ, നാമജപ സമരം നടന്നപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയനെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു. ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ നേതാവായിരുന്ന SNDP യോഗത്തിൻ്റെ സിംഹം എന്നറിയപ്പെടുന്ന നേതാവ് നമ്മുടെ സി കേശവൻ, സി കേശവൻ തിരുവിതാംകൂർ കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തിരുവിതാംകൂർ കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 11 മാസം തികച്ചു ഭരിക്കാൻ ഇവർ അനുവദിച്ചില്ല. ഈ നേരത്തെ പറഞ്ഞ NSS ഉൾപ്പെടെയുള്ള PSP ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് ആരുവാരി പുറത്തിട്ടു. അതിനുശേഷം വന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് SNDP യോഗത്തിൻ്റെ കരുത്തനായ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കൂടി നേതാവായിരുന്ന ശ്രീമാൻ R ശങ്കർ, കരുത്തനായ നട്ടല് വളയാത്ത R ശങ്കർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി 2 വർഷം തികച്ചു ഭരിക്കാൻ ഇവർ അനുവദിച്ചില്ല. അദ്ദേഹം R ശങ്കർ നമ്മുടെ കേശവദാസ് എടുത്തു പോയി മന്നത്ത് ഒരുപാട് അങ്ങോട്ട് കടക്കാൻ കഴിയാത്തതുകൊണ്ട് എനിക്കൊരു ഇടവേളയിലേക്ക് പോകണമെന്ന് മുമ്പ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായി BJPയെ നേരിടുന്ന ഒരു പരിപാടിയിൽ വാളിനും കത്തിക്കും ഇടയിലൂടെയൊക്കെ നടന്നു പോയ ഒരാളാണ് എന്ന്. അതേ മുഖ്യമന്ത്രിയെ പരിവാറുകാർ അധിക്ഷേപിച്ചു എന്ന കാര്യം ഇപ്പോൾ ശ്രീ സുവർണകുമാർ പറയുന്നു. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ഏത് ജാതിയിൽ ജനിച്ചു, എന്നിട്ട് എങ്ങനെ വളർന്നു വന്നു, അതിൻ്റെ ബുദ്ധിയും അതിൻ്റെ ശക്തിയും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ജാതിപരമായ ഒരു രക്ഷാകർതൃത്വം എടുത്തണിയുകയാണ്. ഇതെന്ത് രാഷ്ട്രീയമായിട്ടാണ് CPM മനസ്സിലാക്കുക എന്നത് ഗൗരവതരമാണ്. ഇപ്പോൾ വാളും ഈ കത്തിയും എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ പ്രതിരോധമുണ്ടല്ലോ, അതിൻ്റെ ഒരു തലമുണ്ടല്ലോ. അതൊന്നുമില്ല ഈ പറയുന്ന ജാതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാകർതൃത്വത്തിലേക്ക് മുഖ്യമന്ത്രിയെ പറ്റി SNDP യോഗം പ്രസിഡന്റ് പറയുമ്പോൾ. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ഈ വനിതാ മതിലിൻ്റെ ഒരു സാഹചര്യം വെച്ച് നമുക്ക് ആലോചിച്ചാൽ 16-ാം നൂറ്റാണ്ട്, 17-ാം നൂറ്റാണ്ട്, 18-ാം നൂറ്റാണ്ട്, 19-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ട് ആദ്യ പാദങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ രാജ്യത്ത് നിന്ന് അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ, അതുപോലെ തന്നെ അയിത്തം, തൊട്ടുകൂടായ്മ, ഇതൊക്കെ സാമൂഹ്യ ജീർണതയാണ്. ആ ജീർണതയ്ക്കെതിരെയാണ് സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഒരു പുതിയ സാമൂഹ്യ ക്രമം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള നവോത്ഥാനം നടത്തിയത്. അന്നൊക്കെ രാജഭരണമാണ്, തിരുവാർക്കെതിരാല്ലാത്ത കാരണമാണ്. ഇപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി, നമുക്ക് ജനാധിപത്യം വന്നു, ഭരണഘടന വന്നു. ഇവിടെ കേരളം ഭരിക്കുന്ന പിണറായി വിജയനാണ്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നല്ലോ, ഈ നമ്മുടെ ചീരപ്പുഞ്ചിറ എന്ന് പറയുന്ന കുടുംബം, ആ കുടുംബം നമ്മുടെ CK ചന്ദ്രപ്പൻ്റെ പിതാവിൻ്റെ കുടുംബമാണല്ലോ. അതാണല്ലോ കുമാരപ്പണിക്കരുടെ അനന്തരവളാണല്ലോ പിന്നെ സുശീല ഗോപാലൻ. നമ്മൾ മനസ്സിലാക്കണം, അവിടെ ശബരിമലയിൽ വെടിവഴിപാട് ആ കുടുംബത്തിന് ആരാ നിർത്തിയത്? ദേവസ്വം ബോർഡ്. മാത്രമല്ല തേനഭിഷേകം മലയാളന്മാർ ആരാ നിർത്തിയത്? ദേവസ്വം ബോർഡ്. മാത്രമല്ല അവിടെ മകരവിളക്ക് കത്തിക്കുന്നു, അതാരാ നിർത്തിയത്? ദേവസ്വം ബോർഡ്. ഇന്നാരാ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്?
പിണറായി വിജയൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞാൽ ഇതെല്ലാം പുനഃസ്ഥാപിക്കാം. കാരണം നിർത്തിയത് ദേവസ്വം ബോർഡാ. അപ്പോൾ ഇവിടെ സുവർണകുമാർ ആയാലും വെള്ളാപ്പള്ളി നടേശനായാലും ആരോടൊപ്പമാണോ നിൽക്കുന്നത്, ആരാണോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ശക്തരാകാൻ പോകുന്നതെന്ന് പറയുന്നത്, ആ പറയുന്നവർ തന്നെ ഇവരുടെ കഴുത്തിന് കത്തിവെച്ചിരിക്കുന്നത്. ആ യാഥാർത്ഥ്യം ഇവരാരും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ഈ വേണു പറഞ്ഞ പോലെ ശബരിമലയിൽ 97% മുന്നോക്കക്കാർ ഉള്ളിടത്ത് ആ മുന്നോക്ക സമുദായത്തിലെ 10% പിന്നോക്കാർക്ക് സംവരണം കൊടുക്കാതെ ഈഴവർക്ക് കൊടുത്തൂടെ? ആരാ കൊടുക്കാത്തത്? പിണറായി വിജയൻ നിൽക്കുന്ന ആരാ? SNDP സപ്പോർട്ട് ചെയ്ത എന്ന് വെച്ചാൽ രാജ്യത്താദ്യമായി ഈ മുന്നാക്കറിലെ പിന്നാക്കർക്ക് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയത് ഒരു മഹിമയായി പറയുകയാണ്. അതെ, കേരളമാണ് എന്ന് ബി ജെ പി സാമ്പത്തിക സംവരണം പ്രഖ്യാപിച്ചപ്പോൾ പിണറായി പറഞ്ഞു അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾ കൊണ്ടുപോകണ്ട, ഞങ്ങളാണ് ആദ്യമായിട്ട് സാമ്പത്തിക സംവരണം പ്രഖ്യാപിച്ചത്. എന്നിട്ട് സുവർണകുമാർ താങ്ങിക്കൊടുക്കുക ഈ പിണറായി വിജയനെ. അപ്പോ പാതാളത്തിലേക്കാണ് വെള്ളാപ്പള്ളിയെയും സുവർണകുമാറിനെയും ഈ മുഖ്യമന്ത്രി ചവിട്ടി താഴ്ത്തുന്നത്. പാതാളത്തിൽ കിടന്നും അദ്ദേഹത്തിന് കീഴെ വിളിച്ചാൽ പിന്നെ എന്താ ചെയ്യുന്നത്? നമ്മളൊന്ന് ആലോചിക്കണം. നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടപ്പിലാവും. കാരണം ഇപ്പോൾ ജനാധിപത്യമാണ്. ഇപ്പോൾ നിയമം നിർമ്മിക്കാൻ നിയമസഭയ്ക്ക് അധികാരമുണ്ട്. എന്തെങ്കിലും നിയമമാണെങ്കിൽ നിർമ്മിക്കാം. ആ നിയമം നിർമ്മിക്കാൻ പറ്റുന്ന ഓർഡിനൻസ് കൊണ്ടുവരാം. എന്തേ ഈ പറയപ്പെടുന്ന ദേവസ്വം ബോർഡ് സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ ആളുകൾക്ക് സംവരണം കൊടുക്കാൻ ഈ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല? പിന്നെയും കിട്ടിക്കൊണ്ടായിരിക്കുന്ന ആളുകളെ സൂചിപ്പിക്കുകയാണല്ലോ. അതാ ഞാൻ പറഞ്ഞത്, സുവർണകുമാർ പറയുന്നതിനേക്കാൾ കുറെ കൂടെ റീസണബിൾ ആയിട്ടാണ് CK വിദ്യാസാഗരോട് പറയുന്നത്. അതാണ് നമ്മൾ. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ, കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളെ മൊത്തം നിങ്ങൾ സംഘപരിവാർ ആക്കണ്ട, RSS ആക്കണ്ട, BJP ആക്കണ്ട. അയ്യപ്പ വിശ്വാസികൾ SNDPയിലുണ്ട്, NSSലുണ്ട്, കോൺഗ്രസിലുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ട്. ഒറ്റ കാര്യം സുവർണം മനസ്സിലാക്കിയോ, ഇന്ന് വെള്ളാപ്പള്ളി പറഞ്ഞ് തെറ്റാണെന്ന് ഞാൻ പറയാൻ കാരണം, പിണറായി വിജയനെ കിട്ടിയാൽ കൈകാര്യം ചെയ്യാതിരിക്കുക വിശ്വാസികൾ. അവർ RSS അല്ലാത്തതുകൊണ്ടാണ് ആക്രമിക്കാൻ പോകുന്നത്. അവിടെ ഒരു വജ്രായുധം അവരുടെ കയ്യിലുള്ള വോട്ടാണ്. ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കിയോ, 2019 രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിൽ നേരിട്ടുള്ള ഫൈറ്റാണ്. ആ ഫൈറ്റിൽ ഒരു മതനിരപേക്ഷവാദി ഈ പിണറായി വിജയൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇയാൾ അവിടെ പോയിട്ട് ഒരു കാര്യമില്ല. അവിടെ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ്, ആ കോൺഗ്രസ് വിചാരിച്ചെങ്കിലേ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ പറ്റൂ. അതുകൊണ്ട് സർവനാശം സംഭവിക്കാൻ പോകുന്ന പാർലമെന്റ് ഇലക്ഷനിൽ എഴുതിയിട്ടോ മാർക്സിസ്റ്റ് പാർട്ടിക്കാണ് കയ്യിലിരിക്കുന്ന 8 കൂടി പോകാൻ പോവുകയാണ്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സുവർണൻ ഇവിടെ വന്ന് സമ്മതിച്ചാൽ മതി, ഇപ്പൊ സമ്മതിക്കണ്ട. ശരി, വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കും.